قل إن كنتم تحبون الله فاتبعوني يحببكم الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ വളരെ പവിത്രമായ ഒരു വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിച്ച് അല്ലാഹുവിന്റെ മസ്ജിദിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി ഒരുമിച്ച് കൂടിയ നമ്മെ ഏവരെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല അവന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് നമുക്ക് പുറത്തു തരട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അവന്റെ അനന്തവിശാലമായ സ്വർഗ്ഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ദീർഘമായൊരു സംസാരത്തിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധമായ റമദാൻ ഒരിക്കൽ കൂടി ഈ റമദാനിൽ ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. റമദാനിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നത് തന്നെ വലിയ മഹത്വമായി, അല്ലാഹു നൽകുന്ന വലിയൊരു തൗഫീഖായി മഹാന്മാരായ നമ്മുടെ ഇമാമിങ്ങൾ പരിചയപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. റമദാനിലെ ഓരോ നിമിഷവും പ്രധാനമാണ്. അത് ഉപയോഗപ്പെടുത്തുന്നവർ വിജയിക്കുന്നവരാണ് എന്ന് മഹാന്മാരായ ഇമ്മത്ത് എഴുതി വെക്കുന്നതായി കാണാൻ കഴിയും. മഹാനായ അൽ ഹാഫിദ് ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹുവിന്റെ ലോകപ്രശസ്തമായ ലതായിഫുൽ മആരിഫ് എന്ന് പറയുന്ന കിതാബിൽ വളരെ ദീർഘമായി നോമ്പിനെ കുറിച്ചും റമദാനിനെ കുറിച്ചും ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെയും പരിശുദ്ധമായ ഖുർആനിനെയും വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നത് വായിക്കുമ്പോൾ നോമ്പ്, ഈ റമദാനിന്റെ ഓരോ നിമിഷങ്ങളും എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, അത് ഉപയോഗപ്പെടുത്തുന്നവർ എത്ര വിജയികളാണ്, അത് പാഴാക്കുന്നവർ എത്ര ഹതഭാഗ്യരാണ് എന്ന മഹാനവറുകൾ എഴുതുന്നത് ആ പരാമർശങ്ങൾ വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാകാവുന്നതാണ്. പരിശുദ്ധമായ റമദാനിലെ റഹ്മത്തിന്റെ 10 നാളെ മഗ്രിബോടുകൂടി അവസാനിക്കുന്നു. ഇനി നമ്മൾ മഹാനരായ സയ്യിദുൽ വജൂദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയതുപോലെ മധ്യഭാഗം മഗ്ഫിറത്തിന്റെ ഭാഗമാണ്. റഹ്മത്ത് എന്ന് പറയുന്ന വിശാലമായ അല്ലാഹുവിന്റെ കാരുണ്യം, ലോകത്തെപ്പോഴും കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണമാണ് ഈ ലോകത്ത് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ഒരു തവണ എത്ര പ്രാവശ്യമാണ് നമ്മൾ ഉരുവിടുന്നത്. അവിടെയെല്ലാം റഹ്മാനും റഹീമുമായ അല്ലാഹ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് എത്ര വിശാലമാണ്. ആ റഹ്മത്തിനെ ചോദിക്കേണ്ട സമയങ്ങളാണ്, അതിന്റെ അവസാന ഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഈ സമയം. ഇത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് പോവുകയാണ്. ഈ മഗ്ഫിറത്തിന്റെ സമയങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങേണ്ട ഘട്ടങ്ങളാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ഇനി അഭിമുഖീകരിക്കുവാനുള്ള മഗ്ഫിറത്തിന്റെ 10 ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അവന്റെ മഹത്തായ മഗ്ഫിറത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അവന്റെ മഗ്ഫിറത്ത് എന്ന് പറയുന്നത് ഏറെ പ്രധാനമാണ്. ആ മഗ്ഫിറത്ത് ആഗ്രഹിക്കുകയും അത് കൊതിക്കുകയും ചെയ്യുക എന്നത് ഏറെ പ്രധാനമാണ്. അവർ ഭാഗ്യവാന്മാരാണ്. ഹബീബായ സയ്യിദുൽ വജൂദി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ദിവസവും 100ൽ പരം ഇസ്തിഗ്ഫാറുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു തെറ്റും സംഭവിക്കാനിടയില്ലാത്ത മഅസൂമായ റഹ്മത്തുൽ ലിൽ ആലമീൻ നൂറുൽ കൗനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അടിമകളായ നമുക്ക് അത് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മഗ്ഫിറത്തിനെ നാം ചോദിക്കേണ്ടതുണ്ട്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പൊറുക്കലാണ്, അല്ലാഹു തആല പൊറുതി നൽകലാണ്, അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്യലാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആരംഭപ്പൂവായ സയ്യിദുൽ വജൂദി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് ചോദിച്ചു, നബിയെ, റമദാനിൽ ഞാൻ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്ർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, മാത്രമല്ല നിന്റെ ഒരു വിശേഷണം തന്നെ, പേര് തന്നെ അഫു എന്നാണ്. അതുകൊണ്ട് സാധുവായ എനിക്ക് നീ അഫു നൽകണേ എന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് ആയിഷ നീ ഉരുവിടേണ്ടത് എന്ന് മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ, നമ്മൾ നന്നായി അല്ലാഹുവിലേക്ക് അവന്റെ മഗ്ഫിറത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് നന്നായി ദുആ ചെയ്യേണ്ട സമയങ്ങളാണ്. എന്ത് തെറ്റുകളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്നത്. നമ്മുടെ ശാരീരിക അവയവങ്ങൾ കൊണ്ട് മുഴുവനുമുള്ള തെറ്റിൽ നിന്നും പാപസുരക്ഷിതത്വം തേടണം. അതിൽ നിന്നെല്ലാം മഗ്ഫിറത്ത് തേടേണ്ടതുണ്ട്. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളിൽ ഏറ്റവും പ്രധാനം, തെറ്റുകൾ ഏറ്റവും അധികം ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ടാണ്. മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു, അന്നദറു ഇലൽ മുഹറമാത്ത്, ഹറാമായ കാഴ്ചകൾ കാണുന്ന കണ്ണുകൾക്ക് അല്ലാഹു അവന്റെ ഖൽബിൽ കറുപ്പ് നൽകി പോകും, അവന്റെ ഖൽബിന്റെ വെളിച്ചം മാഞ്ഞു പോകും. അതുകൊണ്ട് ഹറാമായ കാഴ്ചകളാണ് ഏറെയും കാണുന്ന കാഴ്ചകൾ മുഴുവൻ. നമ്മുടെ കൈവെള്ളയിലുള്ള സ്മാർട്ട് ഫോണുകളിലൂടെ മിന്നി മറയുന്ന ദൃശ്യങ്ങളിലേക്ക് ഒന്ന് നോക്കുമ്പോഴേക്ക് എത്ര ഹറാമുകളാണ് വന്നു ചേരുന്നത്, എത്ര ഹറാമുകളിലൂടെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ മിന്നി മറയുന്നത്. അത്തരം കാഴ്ചകൾ കാണുന്ന അവസരങ്ങളിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ കാഴ്ചയിൽ നിന്ന് കണ്ണടക്കാനുള്ള യോഗ്യതയുണ്ടോ, കണ്ണടക്കാനുള്ള ഭാഗ്യമുണ്ടോ, അവർക്കാണ് മഹാഭാഗ്യമെന്ന് പരിശുദ്ധമായ ഖുർആൻ. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കുറയാൻ, നിങ്ങളുടെ ലൈംഗികാവയവങ്ങൾ ശുദ്ധീകരിക്കപ്പെടാൻ, നിങ്ങളിൽ നിന്ന് പാപമുക്തമായ ഒരു ജീവിതം നിങ്ങൾക്ക് വേണോ? കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. അഗ്ളുൽ ബസർ എന്ന് പറഞ്ഞാൽ കണ്ണ് മൂടി വെച്ചോ മോനെ, കണ്ണ് മൂടി വെച്ചോ മുഅ്മിനീങ്ങളെ. അതുപോലെ നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ, ഞാനിത് പറയുന്നത് നമ്മൾ വെറുതെ തൗബ ചെയ്യുക എന്നതൊരു നാടകമല്ല, അതൊരു കോപ്രായമല്ല, അതൊരു ഉപചാരമല്ല, അതൊരു അലങ്കാരമല്ല. മറിച്ച് ആത്മാർത്ഥമായി നമ്മുടെ ഖൽബിൽ നിന്ന് തൗബ വരേണ്ടതുണ്ട്. ഉതുലുബ് മതാബം ബിന്നദാമതി മുഖലിഅ വബിഅസ്മി തർകിൽ ദംബി ഫീമസ്തഖബലാ. ഖൽബിന്റെ ഉള്ളിൽ നിന്നാണ് തൗബ വരേണ്ടത്. തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്, പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അതൊന്നും നമ്മുടെ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് അടിമകളായ നമ്മൾ ചെയ്യൂലല്ലോ. അവന്റെ നമ്മുടെ ദുർബലത കൊണ്ടാണ് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ എന്റെ ഈമാനുള്ള മുഅ്മിനുകളെ, ആത്മാർത്ഥമായി തൗബ ചെയ്താൽ ആ തൗബ ചെയ്യാനുള്ള മാസമാണ് റമദാൻ. പരിശുദ്ധമായ
ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന അർത്ഥവത്തായ ഒരു ചോദ്യമില്ലേ? അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതേ റമദാനിലല്ലേ നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടത്? അലം യഅനിലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സമയമായില്ലയോ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ സമയമായില്ലേ മുഅ്മിനേ? അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമെന്നതിന് വല്ല നിർബന്ധവുമുണ്ടോ? എത്രയാളുകൾ മറഞ്ഞുപോയി, നമ്മുടെ കൂടെ നിസ്കരിച്ച എത്രയാളുകൾ ഖബറിലാണ്. ജീവിതത്തിന്റെ സ്നേഹവായ്പകൾ നൽകിയ എത്ര മുഅ്മിനീങ്ങൾ ഖബറിലായി പോയി. മഹാനായ ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മഹത്തായ പ്രസിദ്ധമായ ഒരു വാക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അർഹമുർ റഹീമായ റബ്ബ് നമ്മേവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, സാഹിദീങ്ങളിൽപ്പെട്ട വലിയ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. ഹത്തമുൽ അസ്സം, അസം എന്ന് പറഞ്ഞാൽ ബദിരൻ എന്നാണ് അതിന്റെ പദാർത്ഥം. അഥവാ ചെവിക്ക് കേൾവിയില്ലാത്തവൻ എന്നതാണ് അതിന്റെ സാരം. എന്താണ് അസം എന്ന് പേര് വരാനുള്ള കാരണം? യഥാർത്ഥത്തിൽ ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ ചെവിക്കൊരു പ്രശ്നവുമില്ല. ഒരിക്കൽ മഹാനവറുകളുടെ അരികിൽ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നുകൊണ്ടൊരു മസ്അല ചോദിക്കാൻ വന്നതാണ്. മസ്അല ചോദിക്കാൻ വന്നപ്പോൾ ആ സ്ത്രീയുടെ പക്കൽ നിന്ന് ആളുകൾ കേട്ടാൽ പരിഹസിക്കുന്ന ഒരു ശബ്ദം വന്നുപോയി. അപ്പോൾ ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർഫഈ സൗതകി, മോളെ ഞാൻ കേട്ടില്ല, ഒന്ന് ഉറക്കെ പറയുമോ മോളെ? സഹോദരി ഒന്നുറക്കെ പറയുമോ? ഉറക്കെ പറയണേ എന്ന് പറഞ്ഞു. എന്തിനാണ് മഹാനവറുകൾ അങ്ങനെ പറഞ്ഞത്? മഹാനവറുകളുടെ മനാഖിബുകളിൽ കാണാം, ആ സ്ത്രീയുടെ പക്കൽ നിന്ന് ആ ശബ്ദം മഹാനവറുകൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്കൊരു കുറവാണല്ലോ. ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് സന്തോഷമാവുകയും ചെയ്യും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു നടപടിക്രമം കൊണ്ട്, നമ്മുടെ ഒരു സംസാരം കൊണ്ട്, ഒരു ചിരി കൊണ്ട്, ഒരു ഉറക്ക ശബ്ദമിടൽ കൊണ്ട് മറ്റൊരു മുഅ്മിനെയും വേദനിപ്പിച്ചുകൂടാ, മറ്റൊരു മുഅ്മിനെയും അസ്വസ്ഥപ്പെടുത്തിക്കൂടാ. ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള മഹാനായ ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, മഹാനവറുകളെ, ഞാനൊരു യാത്ര പോവുകയാണ്, എനിക്കൊരു ഉപദേശം നൽകുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ ഉപദേശം കിതാബുകളിൽ കാണാം. ഇൻ കുന്ത തത്ലുബു നാസിറൻ ഫഹസ്ബുകല്ലാഹ്. ഇൻ കുന്ത തത്ലുബു നാസിറൻ, മോനെ നീ ഒരു സഹായിയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഫഹസ്ബുകല്ലാഹ്, സഹായിയായി അല്ലാഹു മതി. ലോകത്തൊരാൾ സഹായിച്ചാലും നമ്മുടെ സഹായം നമുക്ക് ലഭിക്കുകയില്ല. അല്ലാഹു തആല നമ്മളെ സഹായിക്കണമെന്ന് വിചാരിച്ചാലൊഴികെ ലോകത്തൊരു സൃഷ്ടിയുടെ സഹായത്തിനും പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ സഹായത്തിന് ഒരു പരിമിതിയുമില്ല. അതുകൊണ്ട് ഇൻ കുന്ത തത്ലുബു നാസിറൻ ഫഹസ്ബുകല്ലാഹ്, നീ ഒരു സഹായിയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ സഹായം മുഴുവൻ റബ്ബിനോട് ചോദിച്ചോളൂ. ആ റബ്ബാണ്
നമുക്ക് സഹായം നൽകുന്നത്, ആ റബ്ബാണ് നമുക്ക് സഹായം നൽകുന്നത്. ലാ മാനിഅ ലിമാ അഅതൈത, നമ്മുടെ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന ദിക്റല്ലേ ലാ മാനിഅ ലിമാ അഅതൈത. റബ്ബേ നീ നൽകിയാൽ അതിനെ തടുക്കുന്നവൻ ഒരാളുമില്ല. വലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. നീ തടഞ്ഞതിനെ നൽകാൻ ലോകത്തൊരു തമ്പുരാനും സാധിക്കുകയില്ല, ലോകത്തൊരു ധനാഢ്യനും സാധിക്കുകയില്ല, ലോകത്തൊരു വ്യക്തിക്കും സാധിക്കുകയില്ല. രണ്ടാമതായി മഹാനവറുകൾ പറഞ്ഞു, നീ ഹിനയോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത്? നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോ മോനെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചോ. അക്കരെ പച്ച കണ്ടുകൊണ്ട് മറ്റുള്ളവർ കാറ് വാങ്ങുമ്പോഴേക്ക് എനിക്കും കാറ് വേണമെന്ന് ആഗ്രഹിക്കണ്ട. മറ്റുള്ളവരുടെ വീട് വലിയ വീടായി പോയി എന്ന് കൊതിച്ചുകൊണ്ട് ഇല്ലാത്ത പണം കടം വാങ്ങിയും വായ്പക്കെടുത്തുകൊണ്ടും നമ്മൾ വീടുണ്ടാക്കേണ്ടതുമില്ല. മറ്റുള്ളവരുടെ വലിയ സൗകര്യങ്ങൾ നീ കാണേണ്ടതില്ല. നമുക്ക് നമ്മുടെ റബ്ബില്ലയോ, ആ റബ്ബ് തന്ന സമ്പത്തിലൊന്ന് തൃപ്തിപ്പെട്ട് ജീവിച്ചു നോക്ക്. ആ ജീവിതത്തിന് എന്തൊരു സുഖമാണ്, ആ ജീവിതത്തിന് എന്തൊരു ആനന്ദമാണ്. കടമുള്ള മനുഷ്യനെന്തൊരു അസ്വസ്ഥതയാണ്, പലിശ വാങ്ങിയ മനുഷ്യനെന്തൊരു അസ്വസ്ഥതയാണ്. പലിശ ഹറാമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പലിശ വാങ്ങിയുള്ള ജീവിതം മുഅ്മിനീങ്ങളെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകരുത്. ഒരു കാരണവശാലും പലിശയുമായി ബന്ധപ്പെട്ട ഒരു ജീവിതവും നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയണേ. പലിശ വാങ്ങുന്നവൻ പലിശ വാങ്ങുന്നവരും പലിശയുടെ പണിയെടുക്കുന്നവരും അത് ഉപയോഗപ്പെടുത്തുന്നവരും നരകത്തിലാണെന്ന് പഠിപ്പിച്ച നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ തഖ്വ എന്താണെന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വരിവാബിൽ ഖലീൽ, ഉള്ളത് കുറച്ചാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചോ കൂട്ടുകാരെ. ആ ജീവിതമാണ് വലിയ ജീവിതം. മഹാനായ ശാഫിഈ ഇമാം പറഞ്ഞില്ലേ, നീ ഒരു ഖനാഅത്തുള്ള ആളാണെങ്കിൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ, നീയും ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ ധനാഢ്യനും സമമാണ്. അഥവാ ആ ധനാഢ്യനേക്കാൾ സന്തോഷത്തോടുകൂടിയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. അടുത്തതായി പറഞ്ഞു, നീ ഒരു വയത് കേൾക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഒരു യൂട്യൂബും തരേണ്ടതില്ല, ഒരു വയതും കേൾക്കേണ്ടതില്ല. നിനക്ക് മോനെ, നിന്റെ ചുറ്റുഭാഗത്ത് എത്ര ആളുകൾ മരിച്ചുപോയി, കാലാകാലം ഇവിടെ ജീവിക്കുമെന്ന ഒരു വാശിയും നമുക്കില്ലല്ലോ. നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ്. ആ മരണമാണ് നിനക്കുള്ള ഏറ്റവും വലിയ വയത്. ആ മരണമാകുന്ന വയതിനെ നീ നിന്റെ കൽവിലേക്ക് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിക്കോ. യാത്ര പോകുന്ന ഒരു ദിവസമുണ്ട്. ആ യാത്രക്ക് വേണ്ടി തയ്യാറായിക്കോ. അനന്തമായ യാത്രയാണ്, വിശാലമായ യാത്രയാണ്. ആ യാത്രയിൽ ആവശ്യമായ വിഭവങ്ങൾ കരുതിക്കോ. മോനെ, നീ ഒരു ഇബറത്താണ് നിന്റെ ജീവിതത്തിൽ, വലിയ പാഠമാണ് തേടുന്നതെങ്കിൽ, അതാ നിന്റെ കൂടെ ജീവിച്ച എത്ര ആളുകളാണ് മരിച്ചുപോയത്. ആ മരിച്ചുപോയതുപോലെ
നമ്മളും മരിച്ചു പോകേണ്ടതാണെന്ന പാഠത്തോടുകൂടി അങ്ങ് ജീവിച്ചോ. നീ നിന്റെ യാത്രയിൽ നേരം പോകുന്ന ഒരു ടൈം ഇങ്ങനെ പോകുന്ന നിന്റെ സമയത്തെ ഇങ്ങനെ ആനന്ദകരമായി കൊണ്ടുപോകുന്ന ഒരു ഉപകരണത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് ഖുർആൻ മതിയല്ലോ. ഖുർആൻ ഇങ്ങനെ അർത്ഥമാലോചിച്ചുകൊണ്ട് ഓതിക്കോ. ആ ഖുർആൻ ഓതുന്നതിനേക്കാൾ വലിയ ആനന്ദം നേരം പോക്കുന്ന ഈനാസ് നൽകുന്ന വേറെയൊരു സംഗതിയുമില്ല എന്ന് മഹാനായ ഹത്തമുല്ല റളിയല്ലാഹു പറയുമ്പോൾ എന്റെ ഈമാനുള്ള മുഅ്മിനുകളെ, മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് കടക്കുകയാണ് നാം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകിയ ഏറ്റവും സുലഭമായ മുഹൂർത്തമാണ് ഈ റമദാൻ എന്ന് ആലോചിച്ചുകൊണ്ട് ഇനിയൊരു റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഉണ്ടാകില്ലെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഈ റമദാനിന്റെ സമയങ്ങളെ ഒന്ന് ഉപയോഗപ്പെടുത്തണേ. ഖുതുബയിലോതിയത് നിങ്ങൾ കേട്ടില്ലേ? ശഹ്റുൽ തഹജ്ജുദി വൽ ഖിയാം. ധാരാളം തഹജ്ജുദ് നിസ്കരിക്കേണ്ട മാസമാണ് റമദാൻ. ധാരാളം നിന്ന് നിസ്കരിക്കേണ്ട മാസമാണ് റമദാൻ. ധാരാളം ഖുർആൻ ഓതേണ്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് മുത്തഖീങ്ങളായി അല്ലാഹു തആല നല്ല തഖ്വയോടുകൂടി ഈ റമദാനിനെ വരവേറ്റതുപോലെ സ്വീകരിക്കാനും പ്രയോജനപ്പെടുത്താനും ഖാലിഖായ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ പൊരുത്തത്തിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെയും ഞങ്ങളെല്ലാവരെയും നീ നിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങൾക്ക് തഖ്വയും ഇഖ്ലാസും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ അമലുകളിൽ പലതും ന്യൂനതയുള്ളതാണ്, ഒരുപാട് കുറവുകളുള്ളതാണ്. നിന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്.